നമസ്തേ. ഞാൻ ഇന്നിവിടെ പറയുന്നത് കർമ്മത്തെക്കുറിച്ചാണ്. നമ്മുടെ ഭാരതം തന്നെ, ഭാരതം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഭൂമിയിൽ അധിവസിക്കുന്ന അണുമുതൽ കൃമി വരെയുള്ള എല്ലാ ജീവജാലങ്ങൾക്ക് ആദ്യം നന്ദി പറയുന്നു. ഈ ജീവജാലങ്ങളെല്ലാം കർമ്മത്തിൽ അധിഷ്ഠിതമായാണ് ജീവിക്കുന്നത്. ഈ ഭൂമി തന്നെ കർമ്മബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ജീവിക്കുന്നത്. അതായത് കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കചിതിന. അതായത് കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കാതെ. നമ്മൾ ഫലം കാക്ഷിക്കുകയേ ചെയ്യരുതെന്നാണ് പറയുന്നത്. അത് നമ്മളെ മുൻകാലങ്ങളിൽ എല്ലാവരും അങ്ങനെയായിരുന്നു. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് മാനിഫെസ്റ്റേഷനും ലക്ഷ്യം വേണം, എയിം വേണം, എന്ത് കാര്യത്തിനും ഒരു ആഗ്രഹം വേണം, തോട്ട് വേണം, ലക്ഷ്യം വേണം എന്ന് പറഞ്ഞ് ആഗ്രഹത്തെ ആ തോട്ട്, അതായത് അങ്ങനെയുള്ള ആ ഭഗവത്ഗീത ചിന്തനങ്ങളും അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന എല്ലാ പ്രമാണങ്ങളെയും തച്ചുടയ്ക്കുന്ന രീതിയിലാണ്, കർമ്മസിദ്ധാന്തങ്ങളെല്ലാം തച്ചുടയ്ക്കുന്ന രീതിയാണ് ഇന്നിവിടെ കണ്ടുവരുന്നത്. അറ്റ്ലീസ്റ്റ് മാതാപിതാക്കളെ വരെ ഉടയ്ക്കുന്ന രീതിയാണ് ഇവിടെ എക്സാക്ട്ലി 100% നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ കർമ്മസിദ്ധാന്തത്തെക്കുറിച്ച് പറയുകയാണ്. കർമ്മസിദ്ധാന്തമല്ല ഞാൻ പറയുന്നത്, കർമ്മം. ഇപ്പം ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞു. ജ്ഞാനേന്ദ്രിയവും ആവശ്യമാണ് കർമ്മം ചെയ്യുന്നതിന്, കർമ്മേന്ദ്രിയങ്ങളും വേണം. കർമ്മേന്ദ്രിയം എന്താണ്? വാക്ക്, പാണി, പായു, ഉപസ്ഥം. ഇത് 5 കർമ്മേന്ദ്രിയങ്ങളാണ്. അതായത് കയ്യ്, കാല്, വാക്ക്, ജനനേന്ദ്രിയങ്ങൾ. നമ്മൾ നാവ് കൊണ്ട് സംസാരിച്ച്, നമ്മൾ വാക്കുകൊണ്ട് സംസാരിച്ച് കർമ്മം ചെയ്യുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് കർമ്മമാണ്. കൈകൊണ്ട് കർമ്മം ചെയ്യുന്നു, നടന്ന് കാലുകൊണ്ട് കർമ്മം ചെയ്യുന്നു, ജനനേന്ദ്രിയങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് മലമൂത്ര വിസർജനാദികൾക്ക് അത് കർമ്മം ചെയ്യുകയാണ്. പിന്നെ ഒരു ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്. മനസ്സുകൊണ്ടാണ് നമ്മൾ നിത്യവും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർമ്മം, ഒരു കുഞ്ഞ് പിറന്നു വീണ് അത് അറിവായി ചിരിക്കുന്ന നിമിഷം മുതൽ അത് കർമ്മം ചെയ്യുകയാണ്, നടന്ന്. പിന്നെ ഇങ്ങനെ പറയാറുണ്ട്, വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്ന ദേഹമൊരിടത്ത് കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ പരബ്രഹ്മത്തെ കണ്ടിട്ടെന്നാണ്. അപ്പം വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ ആ കുഞ്ഞ് ജനിച്ചു, അതിന് കടുകുമണിയോളം കർമ്മം വിധിക്കാനുണ്ടെങ്കിൽ ആ കുട്ടി ജീവൻ അവിടെ കിടക്കുമെന്നാണ് പറഞ്ഞത്. കർമ്മത്തിൽ അധിഷ്ഠിതമായാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതും നിലനിൽക്കുന്നതും ജീവിക്കുന്നതും മരണം വരെ ജീവിക്കുന്നതും. അതാണ് കർമ്മത്തിൽ അധിഷ്ഠിതമായാണ് ഈ ഭൂമി നിലനിൽക്കുന്നത് തന്നെ കർമ്മമാണ്. ഒരു മാവ് നട്ട് കഴിഞ്ഞാൽ അതിനറിയാം, അതിനെങ്ങും വെള്ളമൊഴിച്ചില്ലെങ്കിലും അത് വളരേണ്ട സ്ഥലത്ത് കിടന്ന് വളർന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ മാമ്പഴം തരാൻ അതിന് നല്ലതുപോലെ അറിയാം. എന്തും വേണ്ടി മാങ്ങയാണ്. സമയാകാലങ്ങളിൽ അതിനെ ആരും പഠിപ്പിക്കേണ്ട, അതിനെ ആരും വെള്ളമൊഴിക്കേണ്ട. സ്വാദിഷ്ടമായ മാങ്ങ സമയമാകുമ്പോൾ പൂത്ത് നമുക്ക് തരും. പ്ലാവ് അതാത് സമയത്ത് അതിൻ്റെ ഫലം അത് നിറച്ച് പൂത്ത് കായ്ച്ച് നമുക്ക് തരും. ഏത് വൃക്ഷങ്ങളും അതാതിൻ്റെ ധർമ്മം നിറവേറ്റുന്നു, അതിൻ്റെ കർമ്മമാണത്. അതിനെ ആരും പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. പക്ഷേ മൃഗാദികളെല്ലാം അതിൻ്റെ കർമ്മവും ധർമ്മവും സ്ഥിരമായി നിലനിർത്തുന്നു. ഇതെല്ലാം പ്രകൃതിയുടെ ധർമ്മമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്യേണ്ട സമയത്ത് പെയ്യുന്നു, സൂര്യൻ ഉദിക്കേണ്ട സമയത്ത് ഉദിക്കുന്നു. പക്ഷേ മൃഗാദികളെല്ലാം രാവിലെ ആരും അതിനെ എഴുന്നേൽപ്പിക്കുന്നില്ല. എഴുന്നേര് മോളെ എന്നും പറഞ്ഞു, എഴുന്നേര് മോനെ എന്നും പറഞ്ഞ് എഴുന്നേൽപ്പിക്കുന്നില്ല. എല്ലാം പ്രകൃതി അതിൻ്റെ യഥാവിധി നിശ്ചയിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞത്, ഈ കർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം
ആത്മസത്തയിലിരുന്ന് നമ്മളത് ഭുജിച്ച് അതിനെ അത് മനസ്സിലാക്കി നമ്മൾ ജീവിച്ച് ആത്മീയ ഉന്നതിയിൽ ഇരുന്ന് അമർന്ന് ആ സുഷുപ്തിയിലിരുന്ന് അതിനെ അറിഞ്ഞ് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം ഈ കർമ്മം ഭുജിക്കാനായിട്ട് മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്ന് തോന്നും. ഗുരുവിൻ്റെ ഒരു ശ്ലോകമുണ്ട്, ഉണരണം ഇനി ഉറങ്ങണം, ഉണർന്നിടണം ഭുജിക്കണം. ഇത് മാത്രമേ ഉള്ളൂ. ഉണരണം, ഉറങ്ങണം, ഭുജിക്കണം. അതായത് ആത്മസുഖം അവർ ആഗ്രഹിക്കുന്നില്ല. അവർ കർമ്മം ചെയ്യുന്നുണ്ട്. വിഷയസുഖങ്ങളിൽ മാത്രം, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയുള്ള വിഷയസുഖങ്ങളിൽ മാത്രം രമിച്ചെന്ന് പറഞ്ഞാലും പോരാ, രമിച്ച് സുഖിച്ച് രമ്യമായ രമ്യ കർമ്മങ്ങളിൽ അകപ്പെട്ട് വാഴുകയാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് അവർ സുഖം അനുഭവിക്കുന്നത്. അതായത് രുചി ഒരിക്കലും അവർ മാറ്റി നിർത്തുന്നില്ല. കണ്ണുകൊണ്ട് കാണേണ്ടതെല്ലാം കാണുന്നുണ്ട്, ചെവി കൊണ്ട് കേൾക്കേണ്ടതെല്ലാം കേൾക്കുന്നുണ്ട്, മൂക്കുകൊണ്ട് മണക്കേണ്ടതെല്ലാം മണത്ത് ആ രുചി തേടി അലയുന്നുണ്ട്. ത്വക്കുകൊണ്ട് സ്പർശനസുഖത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും അവർ പഠിക്കുന്നില്ല. അതേപോലെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയസുഖങ്ങളിൽ അകപ്പെട്ട് കർമ്മം, അങ്ങനെയുള്ള കർമ്മത്തിൽ, അതായത് നീച കർമ്മത്തിൽ അകപ്പെട്ട് കഴിയുന്ന ഒരു ജനവിഭാഗമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള ആത്മീയ സുഖം തേടാതെ ജീവിച്ച് പോകുന്ന ജീവന്മാർ വീണ്ടും, അതായത് അഴുക്ക് വെള്ളത്തിൽ കിടക്കുന്ന പുഴുക്കൾക്ക് സമാനമാണ് അങ്ങനെയുള്ളൊരു ജീവൻ്റെ ലക്ഷണമെന്ന് തന്നെ പറയുന്നത്. ഇന്ന് കോടാനുകോടി ജനങ്ങളും ഇതുതന്നെയാണ് കാണുന്നത്. അവർ വിഷയഭോഗ സുഖങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുകയാണ്. ഒന്നു മാത്രം ഒരിക്കൽ, ഒരു ദിനം, ഒരു നേരം പോലും കാണാൻ കഴിയുന്നില്ല. ഞാനിവിടെ ഈ കൊല്ലം ദേശത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരു ആത്മീയ സുഹൃത്തിനെ തേടി ഞാൻ അലയാറുണ്ട്. ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്, ഒരാളെ എനിക്ക് നേരിട്ട് കാണിച്ചു തരണേ എന്ന്. ഭയങ്കര സന്തോഷമാണ് ഒരു ആത്മീയ സുഹൃത്തിനെ നമുക്ക് കാണുക, അവരോട് കുറച്ച് നേരം സംസാരിക്കുക എന്നുള്ളത്. അത് സാധ്യമാകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഇതുപോലെ വീണ്ടും അവർ വിഷയസുഖത്തിൽ അമർന്ന് ആ മനുഷ്യജന്മം നീചമായി ആ കർമ്മം തീരുമ്പോൾ പോകുന്നു. വീണ്ടും ഒരു ഗർഭപാത്രത്തിൽ ചെന്ന് പിറന്ന് വലിയ കൊടും കർമ്മം, അതായത് വളരെ നീച കർമ്മത്തോടു കൂടിയാണ് ആ ജീവൻ ഇവിടെ നിന്ന് വിട്ടുപോകുന്നത്. അതിലും നീച യോനിയിലായിരിക്കും ജന്മമെടുക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ കർമ്മത്തിൻ്റെ പരിണാമം നടക്കുന്നത്. ഇനി ഞാൻ വേറൊരു സത്യം പറയാം. ഹിന്ദുക്കൾക്ക് ഒരു കാര്യം അറിയാം. ഞാനിത് പറഞ്ഞത് മതാതീതമായ കർമ്മമല്ല, എല്ലാ ജാതി മതങ്ങൾക്കും കർമ്മമുണ്ട്. ഇപ്പോൾ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതും പള്ളിയിൽ അച്ഛൻ ചെയ്യുന്നതും ക്രിസ്തു മതത്തിലുള്ള കുട്ടികൾക്കും മുസ്ലിം സഹോദരങ്ങളായാലും ഹിന്ദുക്കൾക്കായാലും എല്ലാ ജാതി മതസ്ഥർക്കുമുള്ളതാണിത്. ഈ കർമ്മവും പ്രവൃത്തിയുമല്ല, അവരും പ്രവൃത്തി ചെയ്യുന്നല്ലോ. എല്ലാ മതങ്ങൾക്കും ഇത് ആത്മീയ കാര്യങ്ങളാണ് ഞാനിവിടെ ചർച്ച ചെയ്തത്. അപ്പം ഈ കർമ്മം അതെല്ലാവരെയും ബാധിക്കുന്നതാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഹിന്ദുക്കൾക്ക് ഒരു വിചാരമുണ്ട്. ഹിന്ദുക്കൾക്ക് അവരുടെ മരണാനന്തര കർമ്മങ്ങൾ മാത്രമേ അവർക്കറിയാവൂ. കർമ്മം ചെയ്യാൻ ഇപ്പോൾ അവർ മരിച്ചതിന് ശേഷമാണ് ഈ കർമ്മം ചെയ്യുക എന്നുള്ള വാക്ക് അവർ കേൾക്കുന്നത്. അപ്പോൾ അവർ മരണസമയത്ത് ആചാര്യനെ വിളിക്കും, അല്ലെങ്കിൽ വൈദികനെ വിളിക്കും, കർമ്മങ്ങൾ അനുഷ്ഠിക്കും. അപ്പോൾ മറ്റുള്ളവരടുത്ത് കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കും, അല്ലെങ്കിൽ കർമ്മമാണ് ഇത്,
എന്ന് നമ്മൾ പറഞ്ഞാൽ അവർ വിചാരിക്കുന്നത് മരണാനന്തരമായ കർമ്മം ആണ് ഇവർ പറയുന്നതെന്നാണ് ധരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ എങ്ങനെ ഞാനത് ബോധ്യപ്പെടുത്തും എന്ന് ഒന്ന് ചിന്തിച്ച് ആശയക്കുഴപ്പത്തിലാണ്. കർമ്മം എന്ന് പറയുന്നത് ഒരുപാട് പുസ്തകങ്ങൾ, ഭഗവത്ഗീത ആയാലും നമുക്ക് ആ നിരന്തരം കർമ്മത്തിനെക്കുറിച്ചാണ് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിലെല്ലാം, ഭാരതീയ പുസ്തകങ്ങളിലെല്ലാം സംസാരിക്കുന്നത്. അപ്പോൾ ആ കർമ്മം എന്ന വാക്ക് പോലും അറിയാത്ത ജനങ്ങളാണ് നമ്മുടെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് ജീവിക്കുന്നത് എന്നുള്ളതിൽ ഞാൻ വളരെയധികം ഖേദിക്കുന്നു. എല്ലാവരുടെയും അറിവിലേക്കാണ് ഇത് പറയുന്നത്. ഇനിയും എല്ലാവരും അറിയുക, അറിഞ്ഞതിനെ മനനം ചെയ്യുക, ആത്മസാക്ഷാത്കാരം നേടുക, ആത്മീയമായി വളരെയധികം ഉന്നതിയിലെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ദിനംതോറും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.